സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ അടുത്ത ഒരു അടിപൊളി ഹെൽത്തി റെസിപ്പി വെയിറ്റ് ലോസ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മളുടെ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഓട്സ് ഉപ്പുമാവ്. ഓട്സ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുക വളരെ ഈസിയാണ്. മാക്സിമം എല്ലാവർക്കും അറിയാം. എങ്കിലും സ്റ്റിൽ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ സ്പെഷ്യലി അവർക്ക് വേണ്ടി, കുക്കിംഗ് ഒക്കെ ലേൺ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പാല് കൂടെ മിക്സ് ചെയ്തിട്ട് ഓട്സ് ഉണ്ടാക്കി കുടിക്കാറുണ്ട്. ഓട്സ് കഞ്ഞിയാക്കി കുടിക്കാറുണ്ട്. പലതും ചെയ്യാറുണ്ട്. നമ്മൾ ഓട്സ് പുട്ടുണ്ടാക്കാറുണ്ട്. അപ്പം പാലിൽ ഓട്സ് കാച്ചി കുടിക്കുന്നവരുണ്ടെങ്കിൽ, അതായത് വൈകിട്ട് മോസ്റ്റ്ലി എല്ലാ വീടുകളിലും, കേരളത്തിൽ മാത്രമല്ല മോസ്റ്റ്ലി എല്ലാ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തും ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളവരും ഒക്കെ അരിയും ഗോതമ്പും വിട്ടിട്ട് വൈകിട്ട് ഓട്സ് ആണ് കാച്ചി കുടിക്കാറ് പതിവ്. അപ്പം അങ്ങനെ ഓട്സ് കാച്ചി കുടിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം ആൾക്കാർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. അത് പാലൊഴിച്ച് കാച്ചി കുടിച്ചിട്ട് കാര്യമില്ല. കാരണം പാലൊഴിച്ച് കാച്ചി കുടിക്കുമ്പോൾ ഓട്സ് ടേസ്റ്റി ആയിട്ട് തോന്നിയേക്കാം. പക്ഷേ അത് ഹെൽത്തിയാണ് എന്ന് തോന്നുന്നതെങ്കിൽ കംപ്ലീറ്റ്ലി റോങ് ആണ്. ഹെൽത്തി അല്ല. നമ്മളുടെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഡോക്ടർ രാജേഷ് കുമാർ, നമ്മളുടെ കേരളത്തിലുള്ള ട്രിവാൻഡ്രത്തുള്ള ഡോക്ടർ രാജേഷ് കുമാർ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഓട്സ് പാലൊഴിച്ച് കാച്ചി കുടിച്ചാൽ നമ്മളുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടാനും, നമ്മൾ ഈ അരിയും ഗോതമ്പും മാറ്റി നിർത്തി ഓട്സ് കഴിച്ചത് കൊണ്ട് ഒരു ഫലവുമില്ല. സെയിം ഇതുപോലെ തന്നെയാകും. അതേസമയം പാലില്ലാതെ കഴിയുന്നതും ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാനാണ് ഡോക്ടേഴ്സ് നമ്മളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആദ്യം ഓട്സ് തന്നെ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗ്രൗണ്ട് ഓട്സ് ആണ്. അതായത് ഈ ഓട്സ് വേവാൻ അല്പം സമയം കൂടുതൽ എടുത്തേക്കാം. സാധാരണ നമ്മൾ ഒരുപാട് തരിതരിയായിട്ട് പൊടിച്ച ഓട്സ് കിട്ടുമല്ലോ, നമ്മൾ ഈ കാച്ചുമ്പം ഒത്തിരി സ്റ്റിക്കി സ്റ്റാർച്ചി ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഓട്സ് ആണെങ്കിൽ നമ്മൾക്ക് വേവാൻ അധികം സമയം എടുക്കില്ല. ഇതാണെങ്കിൽ വേകാൻ ആ ഓട്സിനേക്കാളും ഒരല്പം കൂടെ സമയമെടുത്തേക്കാം. ഓട്സ് എടുത്തു. പിന്നെ നമ്മൾക്ക് ഓട്സ് വെജിറ്റബിൾസ് ചേർത്താണ് നമ്മൾ ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനതിന് എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ്, ഒന്ന് നമുക്ക് സവാള വേണം. ഒരു ചെറിയ സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, ചെറിയ കഷ്ണം മതി. ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, ഒരൽപ്പം ഫ്രഷ് കറിവേപ്പില, ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്. ഞാനിവിടെ വെജിറ്റബിൾസിൽ വേറെയൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ വെജിറ്റബിൾസ് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാം. അതായത് കോളിഫ്ലവർ ആഡ് ചെയ്യാം, പിന്നെ ബീൻസ് ആഡ് ചെയ്യാം, പിന്നെ നമ്മളുടെ ഗ്രീൻ പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറി വെക്കുന്ന ഗ്രീൻ പീസ് അല്ല, ഈ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലേ നമ്മളുടെ മട്ടർ, അത് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് കോക്കനട്ട്. ഈ കോക്കനട്ട് ആഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റ് തരും. തേങ്ങയൊന്നും അധികം കഴിച്ചുകൂടാത്തവർക്ക് കോക്കനട്ട് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. പിന്നീട് നമ്മളിവിടെ നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് വേണ്ടത് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ കപ്പലണ്ടി. നമ്മൾ ഈ കപ്പലണ്ടി ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടേസ്റ്റ് തരും നമ്മൾക്ക് ഓട്സ് ഉപ്പുമാവിൽ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാഷ്യൂ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് റേസിൻസ് ആഡ് ചെയ്യാം, കിസ്മിസ് ആഡ് ചെയ്യാം, ബദാം വേണമെങ്കിൽ ആഡ് ചെയ്യാം. കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പ് രണ്ടിലേതെങ്കിലും ഒന്ന് ചേർത്താലും മതി. ഓക്കെ, ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം ഈ ഓട്സ് ഒന്ന് വറുത്തെടുക്കണം. ഞാൻ പറയാൻ വിട്ടുപോയി ഫ്രണ്ട്സ്, ഞാനിവിടെ 1 കപ്പ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന 250 ml കപ്പിന് 1 കപ്പ് ഓട്സ്. അപ്പോൾ ഇത് നമുക്കൊന്ന് നല്ലതുപോലെ ചൂടാക്കിയെടുക്കണം. അതായത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഓക്കെ, കാരണം അങ്ങനെ ചെയ്യുന്നത് ഓട്സ് ഒരു കുഴഞ്ഞിരിക്കുന്ന ഒരു സ്റ്റിക്കി ഫോമിലുള്ള ഇതാണല്ലോ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. 3 തൊട്ട് 4 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. കരിഞ്ഞു പോകരുത്, ബ്രൗൺ കളർ ആകരുത്. ലോ ടു മീഡിയം ഫ്ലെയിമേ ഇടാവൂ. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതൊന്ന് ഇത് ചെയ്താൽ മതി. ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ പാൻ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ഈ പാനിൽ നിന്ന് വേറൊരു പ്ലേറ്റിലോട്ട് നമുക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിൽ നിന്ന് നല്ലൊരു അരോമ, നല്ലൊരു മണം
വരുന്നുണ്ട് ഇത് വറുത്തതിന്. ഓക്കെ, 4-5 മിനിറ്റ് ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഉപ്പുമാവ് ഉണ്ടാക്കാവൂ. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാനിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കാണാമല്ലോ. അപ്പം വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ കാര്യം ഉപ്പുമാവിന് വെളിച്ചെണ്ണയാണല്ലോ നല്ലത്. അപ്പം എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആദ്യം ഒരല്പം കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ ഉഴുന്നിട്ട് കൊടുക്കാം. കടലപ്പരിപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയി വന്നിട്ടേ കപ്പലണ്ടി ആഡ് ചെയ്യാവൂ. അതുപോലെ ഫ്രണ്ട്സ്, ഫ്ലെയിം വളരെ ലോയിൽ വെക്കുക, പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ. ഇവിടെ കടലപ്പരിപ്പെല്ലാം ബ്രൗൺ ആയി വന്നിട്ടുണ്ടെങ്കിൽ കപ്പലണ്ടി അങ്ങ് ആഡ് ചെയ്യാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. അപ്പം ഫ്ലെയിം വളരെ ലോയിലാക്കണം, അല്ലെങ്കിൽ കപ്പലണ്ടിയുടെ കൂടെ കിടന്നിട്ട് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കറക്റ്റ് സമയത്ത് കപ്പലണ്ടി ആഡ് ചെയ്ത് കൊടുത്ത് ഇത് ലൈറ്റ് ബ്രൗൺ ആയിട്ടേ ഉള്ളൂ, കരിഞ്ഞിട്ടില്ല. ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില ആഡ് ചെയ്ത് ഒന്ന് വറക്കാം. സവാള അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുക. ഈ ഉപ്പുമാവ് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും. ഈ സവാള കൂടി അങ്ങ് ആഡ് ചെയ്യാം. മിക്സ് ചെയ്യുക. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട സവാളയും വെജിറ്റബിൾസും ഒന്നും. സവാള ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ക്യാരറ്റ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് ഫ്രൈ ചെയ്യുക. ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. ഒന്നും ഒരുപാടങ്ങ് സോഫ്റ്റ് ആവുകയോ ബ്രൗൺ ആയി പോവുകയോ ചെയ്യരുത്. ഇത് നുള്ളുപ്പിട്ട് കൊടുക്കാം, ഒരുപാടാവരുത്. നമ്മൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ഒരു 2 മിനിറ്റ് ഞാനിത് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഓവറായിട്ട് വഴറ്റുന്നില്ല. ഇതിലോട്ട് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് ഏത് കപ്പിന് നമ്മൾ ഓട്സ് എടുത്തിരിക്കണോ അതേ കപ്പിന് 1.5 കപ്പ് വെള്ളം. 1 കപ്പ് ഓട്സിന് 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരുപാട് വെള്ളം യൂസ് ചെയ്താൽ ഓട്സ് ഓൾറെഡി ഒരു സ്റ്റിക്കി ഫോമിലാണല്ലോ ഇരിക്കണേ, അപ്പം ഒത്തിരി കുഴഞ്ഞിരിക്കുന്ന ഉപ്പുമാവായി പോകും. അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടിപ്പോകാതെ ശ്രദ്ധിക്കുക. ഇനി ഇതിന് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അല്പം ഉപ്പ് ആഡ് ചെയ്യുക. ഒരു ലിറ്റിൽ ബിറ്റ് ഉപ്പ് കൂടി ആവശ്യമുണ്ട്. ഒരല്പം ഉപ്പൊന്ന് ആഡ് ചെയ്തു മിക്സ് ചെയ്യുക. ഇത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്യുക. ബോയിൽ വരുന്ന സമയത്ത് നമുക്ക് ഓട്സ് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് ഓട്സ് നല്ലപോലെ ഒന്ന് തണുത്തിട്ടുണ്ട്. കുറേശ്ശെ ഓട്സ് ആഡ് ചെയ്യണം, എന്നിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് പിന്നെയും കുറച്ച് ഓട്സ് ആഡ് ചെയ്യുക, ഒന്നുകൂടെ മിക്സ് ചെയ്യുക. അങ്ങനെ ഗ്രാജുവലി കുറേശ്ശെ ആഡ് ചെയ്ത് വേണമെന്ന് മിക്സ് ചെയ്യാൻ. ഒന്നിച്ചങ്ങിട്ട് ചെയ്യാതെ ഇനിയൊന്ന് ഇളക്കുക. ഇതിപ്പം കുഴഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഓർക്കും ഇത് കുഴഞ്ഞു പോകുമെന്ന്. കുഴഞ്ഞു പോകില്ല. ലോ ഫ്ലെയിമിലാക്കുക. ഇനി ഫ്ലെയിം ലോ ആക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സായി. ഈ ഓട്സ് ഞാൻ എടുത്തിരിക്കുന്ന ഓട്സിന് അല്പം വേവ് ഉണ്ട്. ഓക്കെ, മറ്റ് ഓട്സിനേക്കാളും അല്പം വേവ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു 4-5 മിനിറ്റ് എടുക്കുമായിരിക്കും. അത് ഞാൻ എത്ര മിനിറ്റ് ആവുമെന്ന് പറയാം. സാധാരണ ഓട്സ് ആണെങ്കിൽ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് കുക്കാവും. പക്ഷേ ഇതിപ്പോൾ നമുക്ക് എത്ര മിനിറ്റ് എടുക്കുന്നു എന്ന് ഞാൻ പറയാം. ഈ ഓട്സിന് ഒരല്പം വേവ് ഉണ്ടായിരിക്കും. ഒരു 3-4 മിനിറ്റ് വെള്ളം കംപ്ലീറ്റ് വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 6 മിനിറ്റ് ഞാനിത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ തിരിച്ചും മറിച്ചും ഞാനൊന്ന് ചിക്കി കൊടുത്തായിരുന്നു. കാരണം ആ ഓട്സ് കംപ്ലീറ്റ് വേവണമല്ലോ. ഇതിപ്പം നല്ല ശരിക്കും ഒന്നിലൊന്ന് തൊടാതെ ക്രിസ്പിയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുവാണ്. ഒരു 4-5 മിനിറ്റ് നമുക്കിങ്ങനെ തുറന്നിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ചിക്കി കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ വേണമെങ്കിൽ അങ്ങ് ഇട്ട് കൊടുക്കാം.
തേങ്ങ ആഡ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. ഇവിടെ വെച്ച് നമുക്ക് കുക്കിംഗ് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഒരൽപ്പം മല്ലിയില കട്ട് ചെയ്തത്, ഫ്രഷ് മല്ലിയില, ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി, നിർബന്ധമില്ല, അതും ഓപ്ഷണലാണ് കേട്ടോ. നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ മല്ലിയില ആഡ് ചെയ്യേണ്ട കാര്യമില്ല. വാവ്, ഇറ്റ്സ് ലുക്കിംഗ് സോ യമ്മി. എത്ര ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഇത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുമ്പം മിക്കവാറും പേര് ഓട്സ് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ കുഴഞ്ഞു പോകുന്നത് കാണാം. ഇത് ഒന്നിലൊന്നിൽ തൊടാതെ നിങ്ങൾക്ക് കാണാം. ഇതിങ്ങനെ നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ സ്പ്രിങ്കിളായിട്ടിരിക്കുവാണ്. ഇങ്ങനെ ഇരിക്കണം. അത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ചെറിയ തരി പോലുള്ള ഓട്സ് യൂസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഇച്ചിരി വോളായിട്ടുള്ള, ഇച്ചിരി വേവുള്ള ഓട്സ് യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. യം 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 യം. ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഓട്സ് ഉപ്പുമാവ്. പിന്നെ എന്നും രാവിലെ ഓട്സ് ഉപ്പുമാവ് തന്നെ. വളരെ ഈസി, സിമ്പിൾ, ഹെൽത്തി ആൻഡ് വെഗൻ ടു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ ഈ വളരെ ടേസ്റ്റിയും ഡിലേഷ്യസുമായിട്ടുള്ള നമ്മളുടെ ഹെൽത്തി വെയിറ്റ് ലോസ് ഓട്സ് ഉപ്പുമ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇറ്റ്സ് സോ യമ്മിലീഷ്യസ്. കാണാൻ തന്നെ എന്താ ഭംഗിയെന്നറിയാമോ? അത് ആ കോക്കനട്ട് ഇല്ലേ, നമ്മളുടെ തേങ്ങ കൂടി ഇട്ടത് കൊണ്ട് ഒന്നുകൂടെ യമ്മി ആയിട്ടുണ്ട്. തേങ്ങ അവോയ്ഡ് ചെയ്യാം, എങ്കിലും സോ യമ്മി, സോ ഡിലീഷ്യസ്, സോ ഹെൽത്തി ഡിലീഷ്യസ്. ഇതിൽ നിന്നല്ല ഉപ്പുമാവിന് സ്വപ്നങ്ങളിൽ മാത്രം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇത്ര ഡിലീഷ്യസ് ആയിട്ടും ഇത്ര ഹെൽത്തി ആയിട്ടുമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഷുവറായിട്ടും ഇഷ്ടമാകും. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ, ഓഫീസ് ഗോവേഴ്സ്, ഇവർക്കൊക്കെ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു കൂടിപ്പോയാൽ ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞൊരു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. എൻ്റെ എല്ലാ കൂട്ടുകാരുടെയും റിക്വസ്റ്റാണ്, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ എല്ലാ വ്യൂസും സബ്സ്ക്രിപ്ഷൻസുമാണ് ആവശ്യം. ഹേ ഫ്രണ്ട്സ്, ഹോപ്പ് എവരിവൺ loves today's very tasty, delicious, yumilicious, healthylicious, weight loss Oats Uppumav, Oats vegetable Uppumav. It's totally vegan breakfast and everybody can try it. It's very easy to make. Keep watching, keep sharing, keep subscribing. If you haven't subscribed yet, please don't forget to subscribe my channel. Please don't forget to press the bell icon to get the notifications. Thank you. Eat healthy, stay healthy.